ഷീജ, വളരെ വിചിത്രമാണ് അദ്ദേഹത്തിന്റെ രീതികൾ. ചോദ്യം ചോദിച്ചാൽ ഉടൻ തന്നെ മൈക്കിലോട്ട് നോക്കും, ഇത് ആരാണ് ചോദിച്ചതെന്ന്. ഏത് മാധ്യമപ്രവർത്തകനാണെങ്കിലും ചോദിച്ചാൽ അതിന് ഉത്തരം പറയുക, അദ്ദേഹത്തിന്റെ ഉത്തരം അദ്ദേഹത്തിന് പറയാം, അത് വേറെ ആരും നിർബന്ധിക്കുന്നതല്ലോ. പക്ഷേ പറയുക എന്നുള്ളതാണ് അദ്ദേഹം ചെയ്യേണ്ടത്. പകരം മൈക്കിലേക്ക് നോക്കുകയാണ്, ഇത് ആരാ ചോദിച്ചത് എന്ന മട്ടിൽ. ഒന്നത്. രണ്ടാമത്തെ കാര്യം, പരസ്യ സംവാദം എന്നൊക്കെ പറഞ്ഞ ആശയം തുടങ്ങി വെച്ചത് രാജീവ് ചന്ദ്രശേഖർ അല്ലേ? നാളെയാണ് ബുദ്ധിമുട്ടെങ്കിൽ അടുത്തൊരു തീയതി പറഞ്ഞത് പരസ്യമായിട്ടല്ലേ? അപ്പോൾ പിന്നെ ഫോൺ വിളിച്ചാണോ മറു തീയതി പറഞ്ഞു കൊടുക്കേണ്ടത്? എന്തൊക്കെയാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് നിയമത്ത്? ആ വെല്ലുവിളി ഏറ്റെടുക്കാനില്ല എന്നാണോ അദ്ദേഹത്തിന്റെ ആ ഒരു ബോഡി ലാംഗ്വേജിൽ നിന്ന് മനസ്സിലാകുന്നത്? സംവാദം അദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത് ഷീജ? അവിടുത്തെ തന്നെ, അതായത് നിയമമണ്ഡലത്തിലെ തന്നെ LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള വി ശിവൻകുട്ടി പരസ്യ സംവാദത്തിന് താൻ തയ്യാറാണ്. താൻ സ്ഥലവും സമയവും 29-ാം തീയതി രാവിലെ മുതൽ ഉച്ചവരെ തയ്യാറാണ് എന്നുള്ള കാര്യം അറിയിച്ചിരുന്നു. അപ്പോഴാണ് അത് പ്രധാനമന്ത്രി വരുന്ന ദിവസമാണ്, അങ്ങനെ അതുകൊണ്ട് തനിക്ക് ആ സംവാദത്തിൽ പങ്കെടുക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം പറയുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ അതിലുള്ള പ്രതികരണമാണ് ശിവൻകുട്ടി ആദ്യഘട്ടത്തിൽ നടത്തിയത്. അപ്പോൾ ശിവൻകുട്ടി പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള സമയവും തീയതിയും പറഞ്ഞാൽ മതി, താൻ സംവാദത്തിന് അവിടെ എത്തിക്കോളാം എന്നുള്ളൊരു നിലപാട് വി ശിവൻകുട്ടി സ്വീകരിക്കുകയും ചെയ്തു. അതിനുള്ള മറുപടിയാണ് പ്രതികരണമായി മാധ്യമപ്രവർത്തകർ ആരാഞ്ഞത്. അപ്പോഴാണ് അദ്ദേഹം ഈ സംവാദത്തിന് തന്നെ തയ്യാറല്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് അദ്ദേഹത്തിന്റെ മറുപടി ഉണ്ടായത്. മുഖ്യമന്ത്രിയെ വിളിക്കണം എന്നുള്ളതായിരുന്നു. ഇപ്പോൾ വി ശിവൻകുട്ടി മാത്രം സംവാദത്തിന് വന്നാൽ പോലും മുഖ്യമന്ത്രി കൂടി ആ സംവാദത്തിന് വരേണ്ടതുണ്ട്. പിന്നെ സംവാദം നടത്തണമെങ്കിൽ അത് തന്റെ കയ്യിൽ ശിവൻകുട്ടിയുടെ നമ്പറുണ്ട്. അപ്പോൾ ശിവൻകുട്ടിയെ ഫോണിൽ വിളിച്ച് അതിന്റെ കാര്യങ്ങൾ സംസാരിച്ചോളാം, മാധ്യമപ്രവർത്തകരുടെ ആവശ്യമില്ല എന്ന തരത്തിലൊക്കെ ആ സംവാദ ആശയത്തിൽ നിന്ന് തന്നെ പിന്നോട്ട് പോകുന്ന ഒരു സമീപനമാണ് ഇന്നിപ്പോൾ രാജീവ് ചന്ദ്രശേഖർ സ്വീകരിച്ചത് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. ശരത്ത്, ഷിജ, വളരെ രസകരമാണ്. കാരണം ഇത് തുടങ്ങി വെച്ചത് രാജീവ് ചന്ദ്രശേഖർ അല്ലേ? രാജീവ് ചന്ദ്രശേഖർ അല്ലേ ശിവൻകുട്ടിയുടെ മണ്ഡലത്തിലെ പ്രവർത്തനത്തെ വിമർശിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചത്? അത് ഏറ്റെടുക്കുകയായിരുന്നില്ലേ വി ശിവൻകുട്ടി? ഏറ്റെടുത്തപ്പോൾ പതുക്കെ അതിൽ നിന്ന് ഒഴിഞ്ഞുമാറി പോവുകയാണോ രാജീവ് ചന്ദ്രശേഖർ ചെയ്ത്? നിയമത്ത് അദ്ദേഹം മത്സരിക്കുന്നത് മുഖ്യമന്ത്രിയോടല്ലോ, വി ശിവൻകുട്ടിയോടല്ലേ? അപ്പോൾ പിന്നെ അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളെ കുറിച്ച് പരസ്പരം സംസാരിക്കേണ്ടത് അദ്ദേഹവുമായിട്ടല്ലേ, അല്ലാതെ മുഖ്യമന്ത്രിയുമായിട്ടാണോ? തീർച്ചയായും അത് തന്നെയാണ് വി ശിവൻകുട്ടിയും പറഞ്ഞത്. കാരണം ആദ്യഘട്ടത്തിൽ തന്നെ വെല്ലുവിളിക്കുന്നു, തന്നെ സംവാദത്തിന് ക്ഷണിക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് താൻ സംവാദത്തിന് തയ്യാറാണെന്ന് പറഞ്ഞത് എന്നുള്ള കാര്യമാണ് ശിവൻകുട്ടിയുടെ പ്രതികരണത്തിൽ പറഞ്ഞത്. താൻ പറഞ്ഞ തീയതിയും സമയവും പറ്റില്ലെങ്കിൽ അദ്ദേഹം ഒരു സമയം പറഞ്ഞോട്ടെ, താൻ ആ സമയത്ത് അവിടെ എത്തിക്കോളാം എന്നുള്ളതാണ് ശിവൻകുട്ടി സ്വീകരിച്ചൊരു നിലപാട്. പക്ഷെ ഇതിൽ കാണേണ്ടത്, ശിവൻകുട്ടി ഓരോ ഘട്ടത്തിലും കാര്യങ്ങൾ പറയുമ്പോൾ എന്തൊക്കെയാണ് താൻ ഈ മണ്ഡലത്തിൽ ചെയ്തത്, ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ ആണ് മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് അക്കമിട്ട് നിരത്തിയാണ് പറയുന്നത്. ഇതിനൊക്കെയുള്ള മറുപടി രാജീവ് ചന്ദ്രശേഖർ സംവാദം നടത്തുകയാണെങ്കിൽ അതിന് എത്തുമ്പോൾ പറയേണ്ടതുണ്ട് എന്നുള്ള കാര്യം കൃത്യമായ രീതിയിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സഹമന്ത്രിയായിരുന്നപ്പോൾ പോലും കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് കൃത്യമായിട്ടുള്ള ബോധ്യം രാജീവ് ചന്ദ്രശേഖറിനുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയൊക്കെ വന്നാലേ സംവാദത്തിന് തയ്യാറുള്ളൂ എന്നുള്ള നിലയിലുള്ള ഒരു നിലപാട് മാറ്റത്തിലേക്ക് രാജീവ് ചന്ദ്രശേഖർ എത്തിയിരിക്കുന്നത്. ശരത്ത്, ഷീജയാണ് വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത്.